ഗുഡ് മോർണിംഗ് ടു ആൾ. നമ്മൾ ഇന്ന് എടുക്കുന്ന ടോപ്പിക്ക് കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ചുള്ളതാണ്. കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ഡിമാൻഡ് തിയറീസ് ഈ സെക്ഷനാണ്. അപ്പോൾ നമ്മൾ തുടക്കം വെക്കുള്ളൂ. അപ്പോൾ മൈക്രോ എക്കണോമിക്സിൻ്റെ അകത്ത് നമുക്ക് 2-3 സെക്ഷനായിട്ടാണ് നമ്മൾ സിലബസ് എടുക്കുന്നത്. ഒന്ന് കൺസ്യൂമർ ഡിമാൻഡ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നമ്മൾ യൂട്ടിലിറ്റി തിയറി പഠിക്കും. യൂട്ടിലിറ്റി തിയറി മാർഷലിൻ്റെ ഒരു പക്ഷേ നിങ്ങൾ അതിൻ്റെ ബേസിക്സ് ഒക്കെ പഠിച്ചിട്ടുള്ളതായിരിക്കും. പിന്നെ ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച് പഠിക്കും. ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച്, ഓക്കെ, അത് നമ്മൾ പഠിക്കും. അത് ഹിഗ്സ് അലനാണ്. ഓക്കെ, ദെൻ തേർഡ് സാമുവൽസൻ്റെ തിയറി പഠിക്കും. സാമുവൽസൺ റിവീൽഡ് പ്രിഫറൻസ് തിയറി. ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കുറേ ഇലാസ്റ്റിസിറ്റി എന്നൊക്കെ പറഞ്ഞ കുറേ കോൺസെപ്റ്റുകളുണ്ട്. ഇലാസ്റ്റിസിറ്റി അങ്ങനെയുള്ള സംഭവങ്ങൾ, അതുപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്, ഇൻകം എഫക്റ്റ്, അതെല്ലാം കൂടുതലൊക്കെ തന്നെയായിട്ട് വരും. അപ്പോൾ അത് നമ്മൾ പഠിക്കും. അത് കഴിഞ്ഞ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്നറിയോ, തിയറി ഓഫ് ദി ഫേംസാണ്. അത് നമ്മൾ ഇപ്രാവശ്യം പഠിക്കുന്നില്ല. പിന്നെ സാധാരണ അടുത്ത മൊഡ്യൂളിലാണ് പഠിക്കുന്നത്. അടുത്ത മൊഡ്യൂളിലല്ലോ, അടുത്ത സെമ്മിലാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി ഇപ്രാവശ്യം അതിൽ കൂടാതെ നമുക്ക് തിയറി ഓഫ് കോസ്റ്റ് പഠിക്കേണ്ടി വരും. കോസ്റ്റ് കർവ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് തൊട്ടടുത്തത് തിയറി ഓഫ് പ്രൊഡക്ഷൻ പഠിക്കേണ്ടി വരും. 5, 6 തിയറി ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സെമ്മി പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ പേപ്പർ പഠിക്കേണ്ടത്. മൈക്രോ എക്കണോമിക്സ് 1 പഠിക്കേണ്ടി വരും. മൈക്രോ എക്കണോമിക്സ് 2 പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ തിയറി ഓഫ് ദി ഫേംസ്, പിന്നെ അതുപോലെ തന്നെ വെൽഫെയർ എക്കണോമിക്സിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, അത്രയും കൂടി തീർത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ സെമ്മിലെ നമ്മുടെ ഫസ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ മൈക്രോ എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് പേപ്പർ, അതിലെ കാര്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് നമ്മൾ വരുന്നത് കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ഡിമാൻഡ് തിയറീസ്. ഓക്കെ, ദർ ആർ സെവറൽ തിയറിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് ഇൻ ദി കൺസ്യൂമർ ഡിമാൻഡ് തിയറി. ദ ഒറിജിനൽ വൺ വാസ് ദി മാർജിനൽ യൂട്ടിലിറ്റി തിയറി on consumer demand. The theory was defined by Alfred Marshall. Later the indifference curve approach was developed by Higgs and Allen. ഓക്കെ, നമ്മൾ മാർഷലിനെ കുറിച്ച് പറഞ്ഞു, 2 ഹിഗ്സ് ആൻഡ് അലനെ കുറിച്ച് പറഞ്ഞു, 3 സാമുവൽസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇപ്പം ജസ്റ്റ്. ഓക്കെ, അപ്പോൾ കൺസ്യൂമർ ഡിമാൻഡ് തിയറിയിൽ 3 ബ്രാഞ്ചസാണ് നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ടായിട്ടുള്ളത്. ഒന്ന് ഏറ്റവും ആദ്യത്തെ ബ്രാഞ്ച് മാർഷലിൻ്റെയാണ്, ആൽഫ്രഡ് മാർഷൽ. അതിന് നമ്മൾ യൂട്ടിലിറ്റി തിയറി എന്ന് വിളിക്കും, വെറുതെ ജസ്റ്റ് ഒരു പേരായിട്ട്. അടുത്താണ് ഹിഗ്സ് ആൻഡ് അലൻ്റെ കൂടെ ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച്, പിന്നെ അത് സാമുവൽസൻ്റെ റിവീൽഡ് പ്രിഫറൻസ് തിയറി. ഈ 3 ബ്രാഞ്ചസ് ഓഫ് കൺസ്യൂമർ ഡിമാൻഡ് തിയറി നമ്മൾ പഠിക്കണം. കൺസ്യൂമർ എങ്ങനെ പ്രൊഡക്റ്റ് ഡിമാൻഡ് ചെയ്യുന്നു, പിന്നെ ആ ഡിമാൻഡ് കർവിൻ്റെ ഒക്കെ ഫീച്ചേഴ്സ് എന്താണ്, അല്ലെങ്കിൽ ഡിമാൻഡ് നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്താണ്, ഇതെല്ലാമാണ് നമ്മൾ ഈ കൺസ്യൂമർ ഡിമാൻഡ് തിയറി പഠിക്കുക. 3 പേരുടെ കാര്യം ഓർക്കണം. 3 ബ്രാഞ്ചസ് ഓഫ് തോട്ട്. Okay, that studies about consumer demand. The first one is marginal utility theory, the second one is indifference curve theory approach, and the last one is the revealed preference theory by Samuelson. Okay, so പിടികിട്ടിയല്ലോ. ഇനി നമ്മൾ ആദ്യത്തെ ബ്രാഞ്ച് ഓഫ് അല്ലെങ്കിൽ സ്കൂൾ ഓഫ് ഇക്കണോമിക് തോട്ട് റിഗാർഡിങ് വാട്ട് കൺസ്യൂമർ ഡിമാൻഡ് തിയറി, അതാണ് നമ്മൾ നോക്കുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് മാർജിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്നാണ്. Okay, so the marginal utility approach was developed and refined by Alfred Marshall. Though several early day economies were related to it, main feature of the theory was that it assumed that satisfaction of utility of an individual can be measured in terms of utilities in cardinal types. Okay, ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ പറഞ്ഞല്ലോ, ഒരു പക്ഷേ നിങ്ങൾ +2 പഠിച്ചിട്ടുള്ളതാണ്. മാർജിനൽ യൂട്ടിലിറ്റി അനാലിസിസ്, ഡിമെൻഷനിങ് മാർജിനൽ യൂട്ടിലിറ്റി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ ജസ്റ്റ് ഇവിടെ റിഫൈൻ ചെയ്യുന്നുള്ളൂ. ഈ മാർജിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ഡെവലപ്പ് ചെയ്ത് ആൽഫ്രഡ് മാർഷലാണ്. ഓക്കെ, പിന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞു, അതായത് യൂട്ടിലിറ്റി ക്യാൻ ബി ഓർ സാറ്റിസ്ഫാക്ഷൻ ഓർ യൂട്ടിലിറ്റി ടു എ കൺസ്യൂമർ ഫ്രം ദി consumption of a particular commodity can be measured in terms of units. Okay, like how much unit of satisfaction or how much unit of utility you can get when you consuming 1 kilogram of mango. Not 1 kilogram of mango, but 1 mango, maybe getting around 50 utils. Okay, when you consume the second unit, you may be getting just around 40 utils. Similarly for 30 utils, 20 utils. Also, when you increases the consumption of each and every unit of mangoes, your utility or the satisfaction getting from each and every successive unit of mangoes comes down. Okay, so that is they elaborated under a particular theory called
ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. അത് നിങ്ങൾ കേട്ടാണ്. ഓരോ പ്രാവശ്യവും മാങ്കോ നമ്മൾ ഓരോ യൂണിറ്റ് കഴിക്കും തോറും നമുക്ക് മാങ്കോ കഴിക്കുന്നുള്ള സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ട് വരും. അത് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ അത് അങ്ങനെ ഇവർ പറയുമ്പം ഓരോ യൂണിറ്റ് ഓഫ് കൺസംഷനിലും നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റിയെ 50 യൂട്ടിലിറ്റിയിൽ നിന്നും 40 യൂട്ടിലിറ്റിയിൽ നിന്നും 30 യൂട്ടിലിറ്റിയിൽ നിന്നും 20 യൂട്ടിലിറ്റിയിൽ നിന്നും നമുക്ക് എന്താ പറയാൻ പറ്റും, മെഷർ ചെയ്ത് പറയാൻ പറ്റും എന്നിവർ പറഞ്ഞു. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ. അപ്പോൾ യൂട്ടിലിറ്റി ഓർ സാറ്റിസ്ഫാക്ഷൻ ക്യാൻ ബി മെഷറബിൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതാണ് ഇവർ പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ്. അപ്പം സാറ്റിസ്ഫാക്ഷനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ യൂട്ടിലിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ മെഷർ? ഇൻ ടൈംസ് ഓഫ് കാർഡിനൽ ടൈംസ്, 1, 2, 3 എക്സെട്ര. സോ ദാറ്റ് ഈസ് വൈ വി കോൾ ഇറ്റ് ആസ് കാർഡിനൽ. അപ്പോൾ കാർഡിനൽ ടൈംസിന് നമുക്കതിനെ മെഷർ ചെയ്യാൻ പറ്റുമെന്ന് ഇവർ പറഞ്ഞു. അതാണ് എക്സാമിനെ സംബന്ധിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്. ഓക്കെ, നേരെ തിരിച്ചോട്ടോ. ഇൻഡിഫറൻസ്കാർ പറഞ്ഞു നമുക്ക് ഒന്നിനേക്കാളും മറ്റേത് പ്രിഫർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. എ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ് ബിയേക്കാളും, ബി എനിക്കിഷ്ടമാണ് സിയേക്കാളും. സോ ഐ ലൈക്ക് എ ദാൻ സി. സോ ഇങ്ങനെ നമുക്ക് എനിക്കിത് കൂടുതൽ ഇഷ്ടമാണ്, എത്രമാത്രം കൂടുതൽ ഇഷ്ടമാണെന്ന് പറയാൻ പറ്റില്ല. എനിക്കിത് കൂടുതൽ ഇഷ്ടമാണ്, ബി എനിക്ക് സിയേക്കാളും എനിക്ക് ബി ഇഷ്ടമാണ്, ബിയേക്കാളും എനിക്ക് എ ഇഷ്ടമാണ്. ഇങ്ങനെ എനിക്ക് പറയാൻ പറ്റും കൂടുതൽ ഇഷ്ടമാണ്. പക്ഷേ ഇവർ പറഞ്ഞാൽ ഒരു യൂട്ടിലിറ്റിയിൽ നിന്നും 2 യൂട്ടിലിറ്റിയിൽ നിന്നും 3 യൂട്ടിലിറ്റിയിൽ നിന്നും ഓരോ യൂണിറ്റ് ഓഫ് കൺസംഷന് കിട്ടുന്ന ആ യൂട്ടിലിറ്റിയെ, സാറ്റിസ്ഫാക്ഷനെ നമുക്കിങ്ങനെ യൂണിറ്റ് വെച്ച് പറയാൻ പറ്റും. എനിക്ക് 5 യൂട്ടിലിറ്റി അതിൽ നിന്ന് കിട്ടി, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? ഭയങ്കര പാടാണ്. പക്ഷെ അങ്ങനെ പറയാൻ പറ്റുമെന്ന് ഇവർ അസ്യൂം ചെയ്തിട്ട് തിയറി ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഇവരുടെ തിയറി കാർഡിനൽ യൂട്ടിലിറ്റി തിയറി. കാർഡിനൽ മീൻസ് വി ക്യാൻ മെഷർ യൂട്ടിലിറ്റി ഇൻ ടൈംസ് ഓഫ് 1, 2, 3 എക്സെട്ര. സോ ദേ അഡോപ്റ്റഡ് സൈക്കോളജിക്കൽ ഇൻട്രോസ്പെക്റ്റീവ് അപ്രോച്ച് ടു എസ്റ്റിമേറ്റ് യൂട്ടിലിറ്റീസ് ആൻഡ് ബൈ കൺസ്യൂമേഴ്സ്. അപ്പോൾ കൺസ്യൂമേഴ്സ് നേടുന്ന യൂട്ടിലിറ്റിയെ സൈക്കോളജിക്കൽ ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡിൽ, സൈക്കോളജിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, സൈക്കോളജിക്കലായിട്ട് അതിന് മറുപടി പറയും. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലോട്ട് നമ്മളൊന്ന് ചോദിച്ചു നോക്കി, എനിക്ക് എത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയായിരുന്നു, എനിക്ക് എത്രമാത്രം യൂട്ടിലിറ്റി കിട്ടിയായിരുന്നു, ഞാൻ തന്നെ ആലോചിച്ച് മറുപടി പറയും. ആ മെത്തേഡിന് പറയുന്നത് സൈക്കോളജിക്കൽ അപ്രോച്ച് ഓർ ഇൻട്രോസ്പെക്റ്റീവ് അപ്രോച്ച്. ഓക്കെ, സോ ഇൻ ദാറ്റ് വേ വി ക്യാൻ എലാബറേറ്റ് അവർ യൂട്ടിലിറ്റി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എത്ര യൂട്ടിലിറ്റി കിട്ടിയെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് പറയുന്നതിനാണ് സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡ്. ഓക്കെ, അങ്ങനെയല്ലേ നമുക്ക് യൂട്ടിലിറ്റി അളക്കാൻ പറ്റുള്ളൂ. 5 യൂട്ടിലിറ്റി എനിക്ക് കിട്ടിയെന്ന് ഞാൻ പറയുമ്പോൾ 4 യൂട്ടിലിറ്റി എനിക്ക് കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ മനസ്സിനോട് ചോദിച്ചിട്ടല്ലേ അത് പറയുന്നത്. സോ ദാറ്റ് ടൈപ്പ് ഓഫ് എ സൈക്കോളജിക്കൽ ഓർ ഇൻട്രോസ്പെക്റ്റീവ്, നമ്മുടെ മനസ്സിനോട് തന്നെ ചോദിച്ചിട്ടില്ല. അങ്ങനെ യൂട്ടിലിറ്റി അളക്കുന്ന ആ അപ്രോച്ചാണ് നമ്മുടെ ഈ യൂട്ടിലിറ്റി അപ്രോച്ച് ഓർ മാർജിനലിറ്റി അപ്രോച്ച്. The approach developed marginality curve out of which the possible to derive demand curve. ആ അപ്രോച്ച് അവർ പറഞ്ഞു there is a marginality which means that the utility we consume from each and every unit, additional unit comes down. First unit, second unit, third unit, second, third, fourth unit, it comes down from 10, 8 to 6 and 4. So as you consume more and more units of the commodity, and this is called the marginality curve. You studied in the intermediate classes. Okay, അപ്പോൾ ആ മാർജിനലിറ്റി കർവിൽ നിന്ന് നമുക്കൊരു ഡിമാൻഡ് കർവും കൂടെ വരയ്ക്കാൻ പറ്റും. ഡിമാൻഡ് കർവോടെ ഇങ്ങനെ അത് നമ്മൾ പഠിക്കും താമസിക്കാതെ ഈ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട്. സോ ദാറ്റ് വാസ് ജസ്റ്റ് ആൻ ഇൻട്രഡക്ഷൻ. വാട്ട് വാസ് ദി ബേസിക് ഫീച്ചർ ഓഫ് ദി മാർജിനലിറ്റി അപ്രോച്ച്. ലെറ്റ് മീ ഡിലീറ്റ് ദിസ് പാർട്ട് ഫോർ ദി ടൈം ബീങ്. ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, നോക്കട്ടെ ഒരു സെക്കൻഡ്, നിങ്ങൾ വെയിറ്റ് ചെയ്യണേ. കൂടുതൽ വരെ ആയിക്കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യാൻ പാടാം. പോയി full read mode. Okay, so the marginal utility approach brought 2 important theories: the theory of diminishing marginal utility and the principle of equal marginal utility to explain the various aspects of consumer demand. അപ്പോൾ കൺസ്യൂമർ ഡിമാൻഡിൻ്റെ പല കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി 2 പ്രധാനപ്പെട്ട തിയറി അവർ പറഞ്ഞു. തിയറി ഓഫ് മാർജിനൽ ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി, ഓക്കെ, ആൻഡ് ഇക്വൽ മാർജിനൽ യൂട്ടിലിറ്റി. ഈ 2 തിയറി നമ്മൾ പഠിക്കേണ്ടി വരും. നമുക്ക് എസ്സായിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, നൗ what is utility? We are starting from the basic concept. Okay, we elaborated what is the approach. Now we are coming to see what is utility. We are trying to define utility according to the marginal utility theory. Utility means one satisfying power of a commodity, the ability of a commodity to fulfill your need. That we call it as what? Utility. അപ്പോൾ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ വൺ സാറ്റിസ്ഫൈയിങ് പവർ ഓഫ് എ കമ്മോഡിറ്റി. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ്
property of the commodity to satisfy the wants of the കൺസ്യൂമറിൻ്റെ വാൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കഴിവിനെയാണ്. ഒരു സെക്കൻഡ്. ഓക്കെ. സോ കൺസ്യൂമറിൻ്റെ ആവശ്യത്തെ, അതിൻ്റെ വാണ്ടിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. യൂട്ടിലിറ്റി ഈസ് സബ്ജക്റ്റീവ് entity. Utility is a subjective entity. That means it resides in your mind. ഓക്കെ. അപ്പോൾ എത്രമാത്രം നമുക്ക് ഗൂഗിളിൽ ചിലർക്ക് ആപ്പിളായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഓറഞ്ച് ആയിരിക്കും ഇഷ്ടം, ചിലപ്പം നമുക്കാണെങ്കിൽ എന്താണ് ചെറി ആയിരിക്കും ഇഷ്ടം. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ മൈൻഡ് സെറ്റ്. ബീങ് സബ്ജക്റ്റീവ് ഇറ്റ് വേരീസ് വിത്ത് ഡിഫറെൻറ്റ് പേഴ്സൺസ്. ഓക്കെ. ബീങ് സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അറിയാം വ്യക്തിഗതമാണ്. അതുകൊണ്ട് തന്നെ എന്നാ അറിയാം ഓരോ പേഴ്സണും യൂട്ടിലിറ്റി ഡിഫറെൻ്റ് ആണ്. ദാറ്റ് ഇസ് ഡിഫറെൻറ്റ് പേഴ്സൺസ് ഡിറൈവ് different amounts of utility from a given goods. ഓക്കെ. അപ്പോൾ ഓരോ ആൾക്കാരും ഓരോ തരത്തിലുള്ള കമ്മ്യൂണിറ്റിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗുഡ്സിൽ നിന്നും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂട്ടിലിറ്റിയാണ് കിട്ടുന്നത്. പീപ്പിൾ നോ യൂട്ടിലിറ്റി ഓഫ് ഗുഡ്സ് ബൈ മീൻസ് ഓഫ് ഇൻട്രോസ്പെക്ഷൻ. അപ്പോൾ ഇവർ പറഞ്ഞ കാഴ്ചപ്പാട് നമുക്ക് എങ്ങനെ യൂട്ടിലിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ മനസ്സിനോട് തന്നെ ചോദിച്ചാൽ മതി. ഇൻട്രോസ്പെക്ഷൻ നമ്മളോട് തന്നെ ചോദിച്ച് നമ്മളതിന് മറുപടി, എനിക്ക് 5 യൂട്ടിലിറ്റി, എനിക്ക് 4 യൂട്ടിലിറ്റി, എനിക്ക് 8 യൂട്ടിലിറ്റി, എനിക്ക് 9 യൂട്ടിലിറ്റി കിട്ടി, അങ്ങനെ നമുക്കങ്ങനെ മറുപടി പറയാൻ പറ്റും ത്രൂ ദി മെത്തേഡ് ഓഫ് ഇൻട്രോസ്പെക്ഷൻ. അപ്പോൾ നമുക്ക് 2-3 വാക്കുകൾ പ്രധാനപ്പെട്ട ഒന്ന് ഇൻട്രോസ്പെക്ഷൻ. ഓക്കെ. സൈക്കോളജിക്കൽ അപ്രോച്ച്, നമ്മൾ നിന്നും പറഞ്ഞത് സൈക്കോളജിക്കൽ അപ്രോച്ച്. അപ്പോൾ ആ വഴിയിലേക്ക് നമുക്ക് യൂട്ടിലിറ്റി അളക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. സോ യൂട്ടിലിറ്റി ഈസ് വൺ സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി. ഓക്കെ. നോ വി ആർ കമ്മിങ് ടു സീ വാട്ട് ആർ ദി ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ദി കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് advocated by Alfred Marshall. ഓക്കെ. മാർഷലിൻ്റെ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചർ എന്താണ്? ദർ ആർ സെവറൽ ബേസിക് പ്രിൻസിപ്പിൾസ് ഫോർ ദി യൂട്ടിലിറ്റി അനാലിസിസ്. യൂട്ടിലിറ്റി ഈസ് മെഷറബിൾ കാർഡിനലി. ദാറ്റ് വാസ് ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് feature of this particular school. That means utility is measurable cardinally, like 1, 2, 3, etc. of utils. Okay. When you consume a particular unit of particular commodity, for example, one piece of what we can say apple, you get 5 utility. So in that way, see here it is 4 then 5, so 5 utility. In that way you can express the number of utility you can get from the consumption of a particular commodity. So that is their basic assumption. Measurable cardinally, utility of one commodity is independent of the utility of other commodity. Okay. When you are consuming apple, you may have already consumed orange, so the utility you got from the consumption of orange already is different from the utility you are getting from the consumption of apple. So you know that even if you consumed orange and after that you are going to consume apple, the consumption of already the utility from the already consumed orange will not affect the utility from the consumption of apple. നമ്മൾ തന്നെയാണെങ്കിൽ ഓറഞ്ച് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നുമില്ലാതെ ആപ്പിൾ കഴിക്കുന്ന അതേ സന്തോഷം നമുക്ക് കിട്ടുമല്ലോ, അല്ലേ? അങ്ങനെ ഇവരങ്ങനെയല്ല പറയുന്നത്. ഇവർ ഒന്നും വേറൊന്നും നമ്മൾ കൺസ്യൂം ചെയ്യുമ്പം 2 വ്യത്യസ്ത കമ്മോഡിറ്റിയാണല്ലോ. ഇതിൻ്റെ യൂട്ടിലിറ്റി ഇതിനെ അഫക്റ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഓക്കെ. സോ കോൺസ്റ്റൻറ്റ് മാർജിനലിറ്റി ഓഫ് മണി. കോൺസ്റ്റൻറ്റ് മാർജിനലിറ്റി ഓഫ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്രയൊക്കെ ആളാലും ശരി, നിങ്ങൾ ഈ ഒരു 100 രൂപ ഇരിക്കുകയാണ്, പിന്നെ 100 രൂപ ഇരിക്കണം. ഓരോ പ്രാവശ്യം കിട്ടുന്ന 100 രൂപയ്ക്ക് ഒരേ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ഓക്കെ. അത് ഭയങ്കര സ്ട്രേഞ്ച് കോൺസെപ്റ്റാണ്. കാരണം നമ്മളിൽ ആയിരക്കണക്കിന് 100 രൂപ ഇരിക്കുക, അതിനിടയ്ക്ക് ഒരു 100 രൂപയും കൂടെ പിന്നെ വരുവാണെങ്കിൽ നമുക്ക് ആദ്യം കിട്ടിയ 100 രൂപയ്ക്ക് കിട്ടി അതേ സന്തോഷം നമുക്ക് ഏറ്റവും അവസാനം കിട്ടിയ 100 രൂപയ്ക്ക് കിട്ടുമോ? ഇല്ല. നമ്മളെ ഇഷ്ടം പോലെ 100 രൂപ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ 500 രൂപ ഇരിപ്പുണ്ട്. പിന്നെയും പണം നമ്മളീ വരുമ്പോൾ പണത്തിൽ കിട്ടുന്ന സന്തോഷം നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇവരങ്ങനെയല്ല പറഞ്ഞു, ഓരോ 100 രൂപയ്ക്കും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള യൂട്ടിലിറ്റിയാണെന്ന് പറഞ്ഞു. അപ്പോൾ കോൺസ്റ്റൻറ്റ് മാർജിനലിറ്റി ഓഫ് മണി അങ്ങനെയല്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇവരെ തിയറി ഓക്കെ ആക്കാൻ വേണ്ടി പറഞ്ഞു എല്ലാ 100 രൂപയും ഓരോ പ്രാവശ്യവും 100 രൂപ ഇട്ട് നമുക്ക് അവസാനത്തെ 100 രൂപ കിട്ടുന്ന സന്തോഷം സെയിം ആയിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ. നൗ വി ആർ കമ്മിങ് ടു സീ ഇൻ ഡീറ്റെയിൽ അബൌട്ട് ഈച്ച് ആൻഡ് എവറി ഫീച്ചേഴ്സ് ഓഫ് വൺ ദിസ് മാർജിനൽ യൂട്ടിലിറ്റി approach. The first one is that utility can be measurable cardinally. Okay. Utility can be measurable cardinally. Cardinal measurement of utility. The developers of utility analysis, including Marshall, regarded utility as a concept, as a cardinal concept. That means you can measure utility in terms of units. Okay. Cardinal means utility is a measurable and quantifiable utility. Okay. Cardinal utility means utility is a measurable and quantifiable entity. Okay. That means you can measure utility in terms of units. According to them, a person can express the utility or satisfaction he derives. Okay. He ആണ്
he derives from the goods in quantity terms. Okay, thus a person can say that he derives utility equal to 10 utils from the consumption of a unit of good A, 20 units from the consumption unit of good B, like that. He can say 20 units he got, 10 utils he got. Okay, moreover, the cardinal measurement of utility assumes that person can compare utility he gets from commodity to another. Okay, from the apple I got 10 util, from orange I got 11 util, from grape you got 15 util. So you can say that how much utility you got from the consumption of different commodity. You can make a comparison between them. Okay, so that is the concept of what we can say cardinal measurement of utility. Here is a table, number of units of a particular commodity consumed. Okay, coffee 70 utils from the first unit, 65 utils from the second unit, and 55 utils from the third unit, 40 utils from the fourth unit, and 25 utils from the fifth unit. Okay, so and here we can say convert this particular table into a diagram which shows that the utility from the consumption of a commodity from each and every commodity, successive commodity, comes down. Okay, from 70 to 65 to 55 to 42 and 25. So this is called what we can say diminishing marginal utility. Okay, this is what it is known as diminishing marginal utility. The utility you get from the consumption of a particular commodity comes down with each and every unit you consumes. Okay, that is called what we can say diminishing marginal utility. Here it is the diagram. This is the table, and here it is the diagram. Diagram shows diminishing marginal utility. We can convert this table exactly into a diagram. Okay, here it is 1. So let me write it. Here it is 70. Here it is 65. Here it is 55. Then comes 40. Then comes 25. You link this 1 with 70. Okay, here. Okay, so in that way we can say the utility of that particular commodity, the marginal utility of each and every commodity comes down. Okay, ഇവിടെ 1 ഇട്ടാൽ മതി, 2 3 4 5 ഇങ്ങനെ ഇട്ടാൽ മതി. 1 ഇങ്ങോട്ട് മാറ്റിയിടാവേ. 1 2 3 4 5. എത്രയുണ്ട്? 5. ഒന്നാമത്തെ കൺസ്യൂം ചെയ്തപ്പോൾ എത്ര കിട്ടി? 70. രണ്ടാമത്തെ കൺസ്യൂം ചെയ്തപ്പോൾ എത്ര കിട്ടി? രണ്ടാമത്തെ 65 അല്ലേ? മൂന്നാമത്തേന് എത്ര കിട്ടി? മൂന്നാമത്തേന് 55. നാലാമത്തേന് എത്ര കിട്ടി? നാലാമത്തേന് 40. അഞ്ചാമത്തേന് എത്ര കിട്ടി? 25. അപ്പോൾ ഈ ലൈൻ എന്താണ്? ഈ ലൈനാണ് ഏത്? മാർജിനൽ യൂട്ടിലിറ്റി കർവ്, ഡെമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി കർവ്. ഈ ലൈൻ മരിച്ചപ്പോൾ തെറ്റിപ്പോയി കേട്ടോ, അല്ലെങ്കിൽ മരിച്ചപ്പോൾ തെറ്റിപ്പോയി. ഓക്കെ, so this is called the concept of diminishing marginal utility. We can convert exactly this particular schedule, a utility schedule, into a particular diagram. Okay, so this is the diagram, this is the marginal utility curve. Okay, which we drawn here exactly. എക്സാമിനെ സംബന്ധിച്ചുള്ള നമുക്ക് ഇങ്ങനെ ഒരു ഷെഡ്യൂൾ ചോദിക്കും, നമ്മൾ തന്നെ വരയ്ക്കാൻ പറയും. അപ്പം നമ്മൾ 1 80 2 70 3 60 4 50 5 40. വളരെ ഈസിയാണ്, തന്നെ വരച്ച്. എന്നിട്ട് ഇതുപോലെ ഒരു ഡയഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്താൽ മതി. ഡെമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിക്ക് നമുക്കൊരു ഷെഡ്യൂൾ കിട്ടി. നമ്മൾ ഔട്ട് ഓഫ് നത്തിങ് നമ്മൾ ഷെഡ്യൂൾ ഉണ്ടാക്കി, എന്നിട്ട് നമ്മളത് ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്തു, നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തു. ഈ കോൺസെപ്റ്റ് നമ്മൾ ആദ്യമേ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഷെഡ്യൂൾ ഉണ്ടാക്കി, ഡയഗ്രാം ഉണ്ടാക്കി. ഈസി അല്ലേ? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സോ അക്കൗണ്ട് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് മെഷർ ബോത്ത് ഇൻ പ്രിൻസിപ്പിൾ ആൻഡ് ഓൾസോ ഇൻ പ്രാക്ടിക്കൽ. ഓക്കെ, പ്രിൻസിപ്പിൾ നമുക്കൊരു തിയറിയിൽ നിന്ന് നമുക്ക് മെഷറബിൾ ആണ്, പിന്നെ പ്രാക്ടിക്കൽ സെൻസിൽ അത് ഭയങ്കര മെഷറബിളാണ്. അത് മാഷിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ എക്സാമിനെ സംബന്ധിച്ചുള്ള നിങ്ങൾ മറക്കരുത്, നമ്മുടെ ജോലി എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. ഇങ്ങനെ ഡെമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഓരോ യൂണിറ്റിനും കൺസ്യൂം ചെയ്യുമ്പോൾ യൂട്ടിലിറ്റി കുറയും എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ഷെഡ്യൂൾ ഉണ്ടാക്കുക, ഷെഡ്യൂളിന് ടേബിൾ ഉണ്ടാക്കുക. അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? അതിന് മുമ്പ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം വാട്ട് ഈസ് ഡെമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇതാ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ നടക്കുന്നു. കാർഡിനൽ മെഷർമെൻറ്റ് ഓഫ് യൂട്ടിലിറ്റീസ് പോസിബിൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു എക്സാമ്പിളൊക്കെ അങ്ങ് കൊടുത്തു. ഓക്കെ, ദെൻ കംസ് ഹൈപ്പോത്തസിസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് യൂട്ടിലിറ്റി. ഐ ടോൾഡ് യു ദാറ്റ് ദ കൺസംപ്ഷൻ ഓഫ് one commodity, the utility you get from the consumption of one commodity, one type of commodity. Okay, for example, apple doesn't influence the utility you get from the consumption of orange. So the utility you are getting from the consumption of each and every different type of commodities is quite independent, cannot be dependent.
Okay, that is what this particular hypothesis from the utilities approach says. The hypothesis of independent utilities, independent ഒന്നും മറ്റൊന്നിനോട് ബന്ധമില്ല, വ്യത്യസ്തമായിരിക്കുന്നു, says that utility which a consumer derives from one good is a function of the quantity, that good alone, how much of the quantity of the commodity you consume from that commodity determines utility you are getting from it. Okay, and not from the consumption of any other commodity. Okay, and is not related to the consumption of other goods. Thus the cardinal school says that utilities of different commodities consumed can be added to get the total utility of consumer. You got how much? For example, 150 unit of 150 utils from the consumption of commodity A, and 250 from the consumption of commodity B, 200 from the consumption of commodity, 200 util from the consumption of commodity C. So you can add this 200 250, you know how much? 600 utils, 300 200. Okay, 600 utils you got from the consumption of A plus B plus C. So you can add in this way the utility you obtained from the consumption of different commodity. This is called hypothesis of independent utilities. Okay, the utility you get from the consumption of different commodities are independent. Okay, now we are coming to the next feature or characteristics of the utility approach, which is we called as constant marginal utility of money. Okay, it says that the marginal utility of commodities diminishes with consumption, but marginal utility of money remains constant throughout when the individual is spending money on a good. Okay, ആദ്യത്തെ 100 ഒക്കെ അയാൾക്ക് കിട്ടിയ ഈ മാർജിനലിറ്റി, അവസാനത്തെ 100 രൂപയ്ക്ക് അയാൾക്കുള്ള മാർജിനലിറ്റി 100 രൂപയ്ക്കുള്ള കേട്ടോ, അത് സെയിം ആയിരിക്കും എന്നാണ് ഇവർ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ പറഞ്ഞ പോലെ കോൺസ്റ്റൻറ്റ് മാർജിനലിറ്റി പണി. നിങ്ങൾ എത്ര റിച്ച് ആയാലും ശരി, ഏറ്റവും അവസാനത്തെ 100 രൂപയ്ക്കും ആദ്യം ഉണ്ടായിരുന്ന 100 രൂപയ്ക്കും ഒരേ മൂല്യമാണ് നിങ്ങൾക്ക് തോന്നുന്നത്. അത് വെച്ചാൽ പ്രശ്നമുള്ള കേസാണ്. നമുക്ക് ഒരു 5 പൈസ പോലും കയ്യിരിക്കുക, ഒരു 100 രൂപ വരുമ്പോൾ നമുക്ക് ആ ഒരു കോടി രൂപയുടെ മൂല്യം നമുക്ക് അതിന് തോന്നിപ്പോകും അല്ലേ. പക്ഷേ നമ്മൾ വലിയ കോടിപതിയാണെങ്കിൽ ഒരു 100 രൂപയുടെ കിട്ടുമ്പോൾ നമ്മളത് വേണമെങ്കിൽ എന്താ പറയുക, ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കും. ഇറ്റ് ഡസൻ ഹാവ് മച്ച് വാല്യൂ ഇൻ. ബട്ട് ദീസ് പീപ്പിൾ നെവർ റെക്കഗ്നൈസ് ദാറ്റ് ടൈപ്പ് ഓഫ് എ യൂട്ടിലിറ്റി. ദേ സെഡ് ദാറ്റ് the 100 rupee you get every time as constant utility. This is called a marginal utility of money. It is not marginal utility of commodity, but marginal utility of money is constant. Okay, now introspective method. This is the fourth feature of our marginal utility school or utility approach. What is the introspective approach? Let us see. Another important hypothesis of the marginal utility analysis is the use of introspective method in judging the behavior of marginal utility. Under this method, one can under this method a consumer can measure his behavior through self-observation. അപ്പോൾ ഈ സെൻറ്റൻസ് ഞാൻ റീസ്ട്രക്ചർ ചെയ്തോളെ, ടൈപ്പ് ചെയ്യപ്പോഴുള്ള മിസ്റ്റേക്ക് ഞാൻ വെരി സോറി. അതിലൊക്കെ സംഭവിക്കുന്നത് നോട്ട് ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. അപ്പോൾ ഇതെന്താ പറയുന്നത് അറിയോ, നമ്മുടെ സെൽഫ് ഒബ്സർവേഷൻ വഴി നമുക്ക് എത്ര യൂട്ടിലിറ്റി കിട്ടിയെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഈ യൂട്ടിലിറ്റി കിട്ടിയത് നമ്മളെ യൂട്ടിലിറ്റി നമ്മൾ തന്നെയല്ലേ പറയണ്ടേ, വേറൊരാളുടെ യൂട്ടിലിറ്റി കിട്ടിയത് നമുക്ക് പറയാൻ പറ്റുമോ? കാരണം അത് അയാളുടെ സൈക്കോളജി നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പം യൂട്ടിലിറ്റി എല്ലാം നമ്മുടെ തന്നെ കാര്യങ്ങൾ വഴിയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എത്ര യൂട്ടിലിറ്റി, ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ന് രാവിലെ ചായ കുടിച്ചപ്പോൾ എനിക്ക് 50 യൂട്ടിലിറ്റി കിട്ടി. അതിൻ്റെ കൂടെ ഞാൻ ഒരു കേക്കല്ല എന്നെ ബിസ്ക്കറ്റ് തിന്നു, അന്നേരം എനിക്ക് അതിൻ്റെ കൂടെ 5 യൂട്ടിലിറ്റി കിട്ടി. മൊത്തം എനിക്ക് 55 യൂട്ടിലിറ്റി. ഇതെൻ്റെ അവസ്ഥ. നിങ്ങളോട് പറയുകയാണെങ്കിൽ ഒരു സെക്കൻഡ് ആയി പോരാവേ, മാറ്റി ടാങ്കട്ടെ. ഓക്കെ, സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാണെന്നറിയാം. അപ്പോൾ ഞാനെങ്ങനെയാണ് നമുക്കെങ്ങനെയാണ് ഈ മാർജിനലിറ്റി അളക്കുന്നത്? നമ്മളോട് തന്നെ ചോദിക്കുക, എന്നിട്ട് നമ്മൾ പറയാം എനിക്ക് ഇത്ര യൂട്ടിലിറ്റി കിട്ടി എന്ന് നമ്മൾ പറയാം. അതിന് പറയുന്നത് ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡ് ഓഫ് ഇൻട്രോസ്പെക്ഷൻ ഓർ വി ഒബ്റ്റെയിൻ സച്ച് ഇൻട്രോസ്പെക്ഷൻ ത്രൂ സെൽഫ് ഒബ്സർവേഷൻ. സ്വയം നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് ഒരു സെക്കൻഡേ നമ്മൾ സ്വയം ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ എത്ര യൂട്ടിലിറ്റി ഇട്ട് നമ്മൾ പറയുക. അപ്പോൾ ആ ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡിലൂടെ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എനിക്ക് എത്ര യൂട്ടിലിറ്റി കിട്ടുന്നത്. സോ യൂട്ടിലിറ്റി കിട്ടണമെങ്കിൽ നമ്മളോട് തന്നെ ചോദിക്കണം. ഒരു സൈക്കോളജിക്കൽ ഇൻട്രോസ്പെക്റ്റീവ് സെൽഫ് ഒബ്സർവേഷൻ മെത്തേഡാണ് നമ്മളിവിടെ സ്വീകരിച്ചിരിക്കുന്നത്.
ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതില്ലാതെ നമുക്ക് യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ പറ്റുമല്ലോ. സോ യൂട്ടിലിറ്റി റിസൈഡ്സ് ഇൻ അവർ മൈൻഡ്. വി ഷുഡ് ആസ്ക് ഇറ്റ് ടു അവർ mind, which is called introspective method, psychological approach, or we are doing it through self-observation. Okay, so introspection is the ability of the observer to reconstruct the event which go in the mind of another person with the help of self-observation. നമ്മുടെ തന്നെ മനസ്സിലോട് ചോദിച്ചിട്ട് മറ്റുള്ളവൻ്റെ മനസ്സിൽ എന്ത് നടക്കും എന്ന് കണ്ടെത്തുന്നതിനാണ് ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. The marginal utility of analysis give birth to several ideas about consumer demand, and these were explained through the principle of diminishing marginal utility, the principle of equal marginal utility, etc. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡിലൂടെ ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡ്, പിന്നെ അങ്ങനെയുള്ള ഒത്തിരി ഇൻഡിപെൻഡൻറ്റ് യൂട്ടിലിറ്റി, ഓക്കെ, ആൻഡ് മെഷർമെൻറ്റ് ഓഫ് യൂട്ടിലിറ്റി ത്രൂ നമ്പർ ഓഫ് യൂണിറ്റ്സ്, ലൈക്ക് 10, 15, എക്സെട്ര, അങ്ങനെയുള്ള ടൂൾസൊക്കെ ഉപയോഗിച്ച് ഇവർ പല തിയറികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊരു തിയറിയാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, മറ്റൊന്നാണ് ഇക്വൽ മാർജിനൽ യൂട്ടിലിറ്റി. സോ ഡിമാൻഡ് കർവ് ഓൾസോ ക്യാൻ ബി ഡ്രോൺ ഫ്രം ദി മാർജിനൽ യൂട്ടിലിറ്റി കർവ്. ഓക്കെ, ദിസ് ഈസ് എ മാർജിനൽ യൂട്ടിലിറ്റി കർവ്. ഫ്രം ദാറ്റ് from that we can construct a demand curve. This is a marginal utility curve, this is a demand curve. So in that way we can create what we can through introspective method we can create a marginal utility curve, which says that as you increase the number of units of a particular commodity, the consumption of a particular commodity, the marginal utility get from that particular commodity goes on diminishing, and from that you can get a marginal utility curve which is diminishing, and you can convert it into a demand curve. Okay, so some of their findings are also reflected in later approach like indifference approach. അപ്പോൾ ഇവരിങ്ങനെ ആദ്യത്തെ ആൾക്കാരാണെന്ന് പറഞ്ഞു ആൽഫ്രഡ് മാർഷലാണ് യൂട്ടിലിറ്റി അപ്രോച്ച് കൊണ്ടുവന്നെന്ന് പറഞ്ഞു. അതിനുശേഷം ഇവരുടെ കുറേ കാര്യങ്ങളൊക്കെ സ്വീകരിച്ചിട്ട് പിന്നെ വേറെ കൺസ്യൂമർ ഡിമാൻഡ് തിയറികൾ ഉണ്ടായിട്ടുണ്ട്. അതിലുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇൻഡിഫറൻസ് കർവ് അടുത്ത പ്രാവശ്യം. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് the utility approach. In the next class we will see what is the marginal utility, that is total utility. First of all, what is total utility, how we can get marginal utility, and what is the marginal utility, diminishing marginal utility, etc. we are going to see in the next class. So for the timing it's okay. Thank you. ഞാൻ ക്ലോസ് ചെയ്തോട്ടെ, അറ്റൻഡൻസ് എടുക്കും പോയേക്കരുത്. ഡീറ്റെയിലോ ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡുള്ള ഫീച്ചേഴ്സൊക്കെ. ഓക്കെ, സ്റ്റോപ്പ്.